ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് അതിരാവിലെ 5:30 ഇതാന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എവിടേക്കാണെന്നറിയോ? കൊടൈക്കനാലിലേക്കാണ് പോണത്. അപ്പോൾ ഇതാ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. പോകുമ്പോൾ തന്നെ രണ്ട് സൈഡും നല്ലോണം മഞ്ഞിറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ വിൻമില്ലുകളൊക്കെ ധാരാളം കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോണത് പഴനി വഴിയാണ് കയറി പോണത്. അപ്പോൾ പോകുമ്പോൾ തന്നെ കണ്ടില്ലേ മഞ്ഞ് അങ്ങനെ താഴേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. അങ്ങനെ പുക പോലെ കിടക്കുകയാണ് ഈ മഞ്ഞൊക്കെ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ഏകദേശം മുകളിൽ കയറാൻ തുടങ്ങിയപ്പോൾ താഴെ കാണുന്നുള്ള വ്യൂ ആണിത്. അപ്പോൾ താഴെ കാണാനായിട്ട് നല്ല രസമുണ്ട്. കണ്ണുള്ളതുകൊണ്ടാണ് അത് അവിടെ പോയിരുന്നത്. ഭക്തജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതൊക്കെ മനസ്സിലായ? അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ എത്തിയിട്ടുണ്ട്. കൊടൈക്കനാലിൽ പോണ സമയത്ത് റോഡ് സൈഡായിട്ട് കാണുന്ന സിൽവർ കസ്കാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ടർഫോൾസാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഇവിടെ നിറയെ തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അധിക സമയം നിൽക്കാനോ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇത് ഈ കാണുന്ന മഴയുടെ കുറച്ച് മുൻപാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അധികം വെള്ളം ഉണ്ടായിരുന്നില്ല. ഒരു ചെറുതായിട്ടൊരു വാട്ടർഫോൾസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. മഴ സമയത്താണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ ഇപ്പോൾ അടുത്തതായിട്ട് എത്തിയിട്ടുള്ള സ്പോട്ട് വന്നിട്ട് പില്ലർ റോക്സ് ആണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ 2 ചോളമൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പില്ലർ റോക്സിലേക്ക് കയറിയത്. അപ്പോൾ പോണ സൈഡ് 2 സൈഡും വണ്ടി പാർക്കിങ്ങും കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ടിക്കറ്റ് കൗണ്ടറാണ്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മളത് നേരെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, മൊത്തം മഞ്ഞ് മൂടിയിട്ട് നമുക്ക് ശരിക്കും ആ പില്ലർ റോക്സിൻ്റെ ഭംഗിയൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദാ നമ്മൾ അടുത്ത സ്പോട്ടായ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്ലേസ് ഗുണ കേവ് എത്തിയിട്ടുണ്ട്. നല്ല തിരക്ക് എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. ഇത് പോണ വഴിയും അപ്പുറത്തുള്ളത് തിരിച്ച് വരുന്ന വഴിയാണ്. അപ്പം നല്ല തിരക്കുണ്ട്. അപ്പം നമ്മളിത് അതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് മൊത്തം പൈൻ ഫോറസ്റ്റ് ആണ്. മുമ്പ് ഒരിക്കൽ ഇവിടെ ചെറുതിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ആ മഞ്ഞുമൽ ബോയ്സ് മൂവി കണ്ടതിന് ശേഷം എന്തായാലും ഇവിടെ ഒന്ന് പോകണമെന്ന് വെച്ചിരുന്നതായിരുന്നു. ശരിക്കും നമ്മൾ അകത്തേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ ആ ഫ്രണ്ടിൽ കാണുന്നുള്ള മൊത്തത്തിൽ മരങ്ങളുടെ വേര്
അതാണ് ഇവിടുത്തെ ശരിക്കും ഹൈലൈറ്റ്. നല്ല മഞ്ഞുണ്ടായിരുന്നു, നല്ല തിരക്കുമായിരുന്നു. അപ്പോൾ കയറുമ്പോൾ തന്നെ ആ വേരുകളിൽ ഇരുന്നിട്ട് ആളുകൾ ഫോട്ടോസ് എടുക്കുന്നത്, വീഡിയോസ് എടുക്കുന്നത് നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മളും ഇതിനകത്ത് പിടിച്ച് കയറി നമ്മളും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഞ്ഞാണ്, നല്ല ക്ലൈമറ്റ് ഉള്ള ടൈമായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ കാണുന്ന എല്ലാവരും ആ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് നിന്നിട്ട് കുട്ടേട്ടാ കുട്ടേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. നല്ല രസമുള്ളൊരു ആംബിയൻസ് ആയിരുന്നു ആ സമയത്ത് അവിടെ. അപ്പോൾ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. അതിൻ്റെ മുകളിൽ ചെറിയൊരു വ്യൂ പോയിൻ്റ് കാണാനായിട്ട് ചെറിയൊരു ഏർമാടമുണ്ട്. നമ്മളതിന് മുകളിലേക്ക് കയറി. മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. അപ്പോൾ ശരിക്കും മഞ്ഞ് അങ്ങോട്ട് മൂടിയിട്ട് നമുക്ക് താഴത്തെ ആഴമൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് മഞ്ഞായിരുന്നു. അപ്പോൾ ഇതാ കുഴിയുള്ള ഭാഗത്തൊക്കെ ഗ്രില്ല് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് മുകളിൽ കയറി ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് മേലെ കൂടെ കുറച്ച് നടന്ന് നോക്കി. ശരിക്കും താഴേക്ക് നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ആഴമാണ്. അപ്പോൾ നമ്മൾ ഇതുണ്ടില്ലേ കുറച്ച് അവിടെയൊക്കെ നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്.
അവിടെ നിന്ന് അങ്ങനെ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം പൈൻ ഫോറസ്റ്റ് തന്നെയാണ്. തിരിഞ്ഞ് മറിഞ്ഞ് നോക്കുമ്പോൾ എല്ലാ സൈഡും പൈൻ ഫോറസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതാ നല്ല ഒരു ലൊക്കേഷൻ കണ്ടപ്പോൾ അവിടെ അങ്ങ് ഇറങ്ങി. അവിടെ നിർത്തി കുറച്ച് സമയം നമ്മൾ ഇവിടെയും കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ എല്ലാ സ്പോട്ടും നമുക്ക് അത്രയ്ക്ക് മനോഹരമാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ശരിക്കും ഒരു 12 മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല പോലെ വിശക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ഇതാ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. നല്ല ബിരിയാണി, നല്ല ദിണ്ടുക്കൽ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിരിയാണി 200 രൂപയാണ് ഒരു ബിരിയാണിയുടെ റേറ്റ്. പക്ഷേ ബസ്മതി റൈസിലാണ് വെച്ചിരിക്കുന്നത്. ടേസ്റ്റ് എന്ന് വെച്ചാൽ അമ്മാതിരി ടേസ്റ്റായിരുന്നു. നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയും ഒരു മുട്ട പുഴുങ്ങിയതും ഒരു കായ്ച്ചാറും ഒരു സാലഡും ഇതാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ കൊടൈക്കനാലിൽ ഇന്നും കൂടെ സ്റ്റേ ആക്കിയിട്ട് നമ്മൾക്ക് ബാക്കിയുള്ള കാഴ്ചകളുമായിട്ട് വരാം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.